ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ഇതിലും നല്ലൊരു മാർഗ്ഗം വേറെയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മൈ നെയിം ഈസ് അഖിൽ. വെൽക്കം ടു എൻട്രിഫിൻ അക്കാദമി. നമ്മുടെ ട്രേഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ട്രേഡറായി മാറുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ടെക്നിക്കൽ സ്കില്ല് നല്ല രീതിയിൽ വേണം, ആൻഡ് റിസ്ക് മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നല്ല രീതിയിലൊരു ട്രേഡ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ട്രേഡറായിട്ട് നമ്മൾ മാറുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ടെക്നിക്കൽ സ്കില്ല് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ടെക്നിക്കൽ സ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുക? ഓൾറെഡി പ്രൈസ് മൂവ്മെൻറ്റ് നടന്ന ചാർട്ടുകളിൽ നമുക്ക് ടെക്നിക്കൽ പരമായിട്ടുള്ള സ്ട്രാറ്റജീസുകൾ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും അല്ലേ. ഇപ്പം വളരെ ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. എപ്പോഴും സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം സപ്പോർട്ട് പോയിന്റുകൾ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പുതിയ ലോയിലേക്ക് മാർക്കറ്റ് പോകാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പോയിന്റിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ദെൻ പുതിയ ഹൈസിലേക്ക് മാർക്കറ്റ് പോകാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് ആവാം. അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. അപ്പോൾ ആ പോയിന്റുകളിലാണ് എന്ത് ട്രേഡ് പ്ലാൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിരിക്കണം. അപ്പോൾ ഓൾറെഡി പ്രൈസ് മൂവ്മെൻറ്റ് നടന്ന ചാർട്ടുകളിൽ നമ്മൾ ടെക്നിക്കൽ സ്കില്ല് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ പ്രൈസ് എങ്ങോട്ട് പോയി എന്നുള്ളത് കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ആൻഡ് ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലൈവായിട്ടുള്ളൊരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിരിക്കുക. അപ്പം നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, നല്ല രീതിയിൽ താഴേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഇതൊരു സപ്പോർട്ട് പോയിൻ്റ് ആണ്, ഇപ്പോൾ ഇതൊരു സപ്പോർട്ട് പോയിൻ്റ് ആണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടെക്നിക്കൽ സ്കില്ല് അവിടെ ഇമ്പ്രൂവ് ചെയ്യിക്കാനില്ല അല്ലേ. ഓൾറെഡി പ്രൈസ് നമ്മളവിടെ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാലും ലൈവ് മാർക്കറ്റിലേക്ക് നമ്മളത് വരുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ. ആ ഒരു സ്കില്ല് വേറെ തന്നെയാണ്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നല്ല ട്രേഡുകൾ എടുക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള സ്കില്ല് നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകാം. ഓൾറെഡി ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്, അപ്പം ഇവിടുന്ന് താഴേക്ക് എന്തായാലും പോകും എന്നുള്ളതാണ് ചിന്തിക്കുക. പക്ഷേ ലൈവ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് പ്രോബബിലിറ്റിയായി, സാധ്യതകളായി നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അവിടെ എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യം. അപ്പം ആ രീതിയിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ചിലവാക്കേണ്ടതായിട്ടുണ്ട്. മേ ബി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പോൾ അതിനൊരു മാർഗ്ഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിപ്ലൈ ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ട്രേഡിംഗ് വ്യൂവിൽ റിലയൻസ് എന്ന കമ്പനിയുടെ 1 ഡേ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റിപ്ലൈ ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടിനെ റിവേഴ്സ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ റിപ്ലൈ ബാർ ക്ലിക്ക് ചെയ്തു, ആൻഡ് റിപ്ലൈ ബാർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ലൈവ് മാർക്കറ്റിൻ്റെ എഫക്റ്റാണ് നമുക്ക് അവിടെ കിട്ടുക. ഇപ്പോൾ ഞാനിവിടെ ഒരു റെസിസ്റ്റൻസ്, ഈ പോയിന്റിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു, ആൻഡ് ഞാൻ റിപ്ലൈ ബാർ പ്ലേ ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് അവിടെ ഫസ്റ്റ് റിജക്റ്റ് ചെയ്തു, താഴേക്ക് പോയത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വീണ്ടും അവിടെ മാർക്കറ്റ് എത്തി, അവിടെ റിജക്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ലൈവ് മാർക്കറ്റിലാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പ്രോപ്പർ അനാലിസിസ് ചെയ്തിട്ട് ദെൻ കുറച്ച് പ്രോബബിലിറ്റിയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾറെഡി പ്രൈസ് മൂവ്മെൻറ്റ് നടന്ന ചാർട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മാർക്കറ്റ് അവിടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ എനിക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് പ്ലാൻ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതല്ലേ. പക്ഷേ കുറച്ചും കൂടെ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നിലുള്ള ചാർട്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് ഒരു ലൈവ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ആരോ മാർക്ക് കാണാം, സെലക്ട് ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2023 ചാർട്ട് എടുക്കുകയാണ്. 2023 ഒരു മാർച്ച് 1 ചാർട്ട് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം ചാർട്ട് പുറകോട്ട് പോയിട്ടുണ്ട്. ഇപ്പം 2023 ഫെബ്രുവരി 28 വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡെയിലി ക്യാൻഡിലാണ്. ജസ്റ്റ് ഒരു പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ
ഇപ്പോൾ മാർച്ചിലെ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാം. സ്പീഡ് കുറയ്ക്കാം, നമുക്ക് സ്പീഡ് കൂട്ടാൻ സാധിക്കും, ഒക്കെ ചെയ്യാം. ആൻഡ് ഞാൻ ജസ്റ്റ് പ്ലേ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം അനലൈസ് ചെയ്യാനുള്ളത്, ഇതൊരു സപ്പോർട്ട് പോയിൻ്റാണ് അല്ലേ, ഇത് സപ്പോർട്ട് പോയിൻ്റാണ്. അപ്പോൾ ഈ സപ്പോർട്ട് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായിട്ട് മുകളിലോട്ട് പോകും എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ ചെയ്ത സമയത്ത് ഇവിടെ നമുക്കൊരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാം. ആൻഡ് നമ്മളെ റിസ്ക് മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രേഡ് നമുക്കവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ലൈവ് ട്രേഡ് എടുക്കുന്നതുപോലുള്ളൊരു കണ്ടീഷനും കൊണ്ടുവരാം. നമുക്കത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഞാനിവിടെ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബൈ കാണാം. ജസ്റ്റ് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഇവിടെ കാണാം. അപ്പോൾ ഒരു ലൈവ് മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്കിവിടെ കിട്ടും. ആൻഡ് നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണിത്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡെയിലി, വീക്കിലി, മന്ത്ലി ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിപ്ലൈ ബാർ ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഫ്രീ ആണ്. പക്ഷേ നമ്മൾ ഒരു ഡേ ട്രേഡർ സംബന്ധിച്ചിടത്തോളം 50 മിനിറ്റ്സ് 30 മിനിറ്റ്സിലൊക്കെ ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പം അത്തരത്തിൽ നമ്മൾ 50 മിനിറ്റ്സിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ്സ് ചാർട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ റിപ്ലൈ ബാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിപ്ലൈ ബാർ ക്ലിക്ക് ചെയ്തു ആൻഡ് സെലക്ട് ബാർ കൊടുത്തു. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രീമിയം വേഷം വേണം. ഓക്കെ, പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. ഒരു സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി, വീക്കിലി ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അവർക്ക് നമുക്ക് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്വിങ് ചെയ്യുന്നവർക്ക് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം. ഇനി ഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഞാൻ ദെൻ എന്ന് പറയുന്ന ബ്രോക്കറിലേക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, സെറോദ ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്. പക്ഷേ ദെൻ എന്ന ബ്രോക്കറിൽ റിപ്ലൈ ബാർ എന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്കൽ സ്കില്ല്, നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അടിപൊളി ബ്രോക്കറാണ്, ഒരുപാട് ഫ്യൂച്ചേഴ്സ് നമുക്ക് തരുന്ന ബ്രോക്കറും കൂടിയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ദെന്നിൻ്റെ ബ്രോക്കറാണ്. ദെന്നിൻ്റെ ബ്രോക്കർ നേരത്തെ നമ്മളെടുത്ത സെയിം സ്റ്റോക്കിന്, റിലയൻസിൻ്റെ സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പുതിയൊരു വിൻഡോയിലേക്ക് പോയിട്ടുണ്ട്. ദെൻ ഓക്കെ, നേരത്തെ നമ്മൾ ട്രേഡിംഗ് വ്യൂ കണ്ട പോലെ തന്നെ റിപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 മിനിറ്റ് ടൈം ഫ്രെയിം. ഓക്കെ, 15 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റിപ്ലൈ ബാർ ഈ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം, 3 ആക്കാം. ആൻഡ് ഇവിടെ ഈ ഒരു സ്പോട്ട്, ഇതൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആണെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആണ്. റെസിസ്റ്റൻസ് ബോളിന് മുകളിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഇനി ബുള്ളിഷിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ട്രേഡിംഗ് വ്യൂ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ബൈ ട്രേഡ് കൊണ്ടുവരാം. ആൻഡ് പ്ലേ കൊടുത്ത് നോക്കാം. പ്ലേ കൊടുക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അതായത് ലൈവ് മാർക്കറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. നമ്മുടെ ട്രേഡിങ്ങിൻ്റെ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ ദെൻ എന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സ് കൊടുക്കുന്നതാണ്. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.